ആദിയിൽ ഒന്നുമില്ലായിരുന്നു. നിശബ്ദതയും അനന്തമായ ശൂന്യവും മാത്രം. ആകാശവും ഭൂമിയുമില്ല, സൂര്യനും ചന്ദ്രനുമില്ല, ജീവനും മരണവുമില്ല. സർവവും ഇരുളിൽ മുങ്ങിയ അവസ്ഥ. അപ്പോൾ ഒരു അനന്തപ്രകാശം പ്രത്യക്ഷപ്പെട്ടു, തിളങ്ങുന്ന അഗ്നിജ്വാല പോലെ. അതായിരുന്നു ശിവൻ, അനാദിയും അനന്തവുമായ പരമാത്മാവിന്റെ രൂപം. ശിവൻ ജനിച്ചവനല്ല, അവൻ സൃഷ്ടിക്ക് മുമ്പുള്ള സത്യമായും സൃഷ്ടിക്ക് ശേഷം നിലകൊള്ളുന്ന തത്വമായും നിലകൊള്ളുന്നു. അവന്റെ രൂപം അഗ്നിയും ധ്യാനവും ചേർന്ന അനന്തപ്രകാശം. കാലം കടന്നു പോകുമ്പോൾ ആ പ്രകാശത്തിൽ നിന്നാണ് ബ്രഹ്മാവും വിഷ്ണുവും ഉദിച്ചത്. ബ്രഹ്മാവ് സൃഷ്ടിക്കും, വിഷ്ണു പാലനത്തിനും നിയോഗിക്കപ്പെട്ടു. പക്ഷേ ഒരിക്കൽ അവർ തമ്മിൽ വാദിച്ചു, ഈ ലോകത്തിന്റെ പരമാധികാരി ആര് എന്ന ചോദ്യം കൊണ്ട്. അവരുടെ വാദത്തിനിടയിൽ ആകാശമൊട്ടാകെ ഒരു അഗ്നിസ്തംഭം പൊട്ടിത്തെറിച്ചു. അവസാനമില്ലാത്തത്, ആരംഭമില്ലാത്തത്, അതുല്യമായ ഒരു ജ്വാല. അത് ആരാണെന്ന് ആർക്കും മനസ്സിലാക്കിയില്ല. വിഷ്ണു വരാഹരൂപം ധരിച്ചു അടിത്തറ തേടിപ്പോയി. ബ്രഹ്മാവ് ഹംസമായി മുകളിലേക്കും പറന്നു. 1000 വർഷങ്ങൾ തേടിയിട്ടും അന്ത്യവും ആരംഭവും കണ്ടില്ല. അപ്പോൾ ആ അഗ്നിസ്ഥാനത്തിൽ നിന്ന് ഒരു ആശ്ചര്യപ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അവൻ തന്നെയാണ് മഹാദേവൻ ശിവൻ. അവന്റെ മുടിയിൽ ഗംഗ ഒഴുകുന്നു, നെറ്റിയിൽ 3-ാം കണ്ണ് തിളങ്ങുന്നു, തലയിൽ ചന്ദ്രൻ, കഴുത്തിൽ പാമ്പ്, ശരീരത്തിൽ ചാരം. ശാന്തമായ മുഖം, എന്നാൽ അഗ്നിയിൽ നിറഞ്ഞ ദൃഷ്ടി. അവൻ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും നോക്കി പറഞ്ഞു, ഞാനാണ് ആദിയും അന്തവുമില്ലാത്തത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവയെല്ലാം എൻ്റെതാണ്. അത് കേട്ട് അവർ വിനീതമായി തലകുനി. ആ ദിനം മുതൽ ശിവനെ വിളിക്കാൻ തുടങ്ങി, മഹാദേവൻ, മഹേശ്വരൻ, ശങ്കരൻ എന്നുപോലെ അനേകം പേരുകളിൽ. അവൻ അഗ്നിയാണ്, എന്നാൽ ആ അഗ്നി നാശത്തിനല്ല, ശുദ്ധീകരണത്തിനാണ്. അവൻ സംഹാരകർത്താവാണ്, പക്ഷേ അതിലൂടെ പുതിയ സൃഷ്ടിക്ക് വഴിയൊരുക്കുന്നവൻ. കാലക്രമേണ ശിവൻ ദാനത്തിൽ ഏർപ്പെട്ടു. കൈലാസപർവ്വതം അവന്റെ നിത്യവാസസ്ഥലം. അവിടെ അവൻ മുഴുകിയിരിക്കുന്നു, നിശബ്ദമായി, ബ്രഹ്മാണ്ടത്തിന്റെ നാദം കേൾക്കുന്നവനായി. അവന്റെ ധ്യാനത്തിന്റെ തീവ്രത ഭൂമിയിലൊട്ടാകെ അനുഭവപ്പെട്ടു. ദേവന്മാരും മനുഷ്യരും ഭക്തിയോടെ അവനെ പൂജിക്കാൻ തുടങ്ങി. പിന്നീട് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പാർവതി, ദേവി ശൈലജ, ഹിമവാന്റെ പുത്രി. അവൾ മനസ്സിൽ ഉറപ്പിച്ചു, ശിവനല്ലാതെ ഞാൻ വിവാഹം കഴിക്കില്ല. അവൾ കഠിനമായ തപസ്സി തുടങ്ങി. മലകളും മഴകളും എല്ലാം സഹിച്ചു. അവളുടെ ഭക്തി ശിവനെ സ്പർശിച്ചു. അവൻ പ്രത്യക്ഷപ്പെട്ടു, അവളുടെ പ്രണയം സ്വീകരിച്ചു. അവരിരുവരും ചേർന്നതാണ് ശിവശക്തി. പുരുഷത്വവും സ്ത്രീത്വവും, ശക്തിയും ശാന്തതയും, സൃഷ്ടിയുടെ സംഹാരത്തിന്റെയും അനന്ത സന്തുലനം. ശിവന്റെ നൃത്തം താണ്ഡവം, സൃഷ്ടിയുടെ താളവും നാശത്തിന്റെ നാദവുമാണ്. അവന്റെ ഓരോ ചുവടും ഓരോ അടിമുഴക്കവും ബ്രഹ്മാണ്ടത്തിന്റെ സ്പന്ദനമാണ്. താണ്ഡവത്തിന്റെ അവസാന ഘട്ടത്തിൽ അവന്റെ 3-ാം കണ്ണ് തുറക്കുമ്പോൾ എല്ലാം അഗ്നിയാകുന്നു, പുനരാരംഭത്തിനായി. അവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വിസ്മയം തോന്നും. ശിവൻ, അർത്ഥം ശുഭം, മംഗളം, അനന്തശാന്തി. അവൻ നാശത്തിന്റെ ദൈവമല്ല, സത്യത്തിന്റെ പാത കാണിക്കുന്ന ഗുരുവാണ്. ശിവൻ നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അവന്റെ ശാന്തത നമ്മുടെ മനസ്സിലെ ശാന്തതയാണ്. അവന്റെ അഗ്നി നമ്മുടെ അഹങ്കാരത്തെ ദഹിപ്പിക്കുന്ന ജ്വാലയാണ്. അവന്റെ കരുണ ആത്മജ്ഞാനത്തിലേക്കുള്ള പ്രകാശമാണ്. ശിവന്റെ സ്പന്ദനം പോലെ നന്മയുള്ള ജീവിതം നയിക്കുകയാണ് ശിവഭക്തന്റെ പദം. ആ പദം നമുക്കും സ്വന്തമാക്കാം. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഉച്ചരിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലും അനുഭവിക്കാം. ശിവൻ ജനിച്ചതല്ല, അവൻ തന്നെയാണ് ഉത്ഭവവും അന്തവുമുള്ള അനന്തതയുടെ പ്രതീകം. അവൻ അഗ്നിയിലുണ്ട്, ജലത്തിലുണ്ട്, കാറ്റിലുണ്ട്, നമ്മിൽ തന്നെയുണ്ട്. അവനെ തേടേണ്ടത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലെ നിശബ്ദതയിലാണ് മഹാദേവനെ കണ്ടെത്തുക.